എന്നെയും വലിച്ചു താഴെയിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലംകാരന് അങ്ങനെയൊന്നും വരട്ടാൻ പറ്റിയല്ല, ഉറപ്പാണ്. പീഡന പരാതിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ കൈമാറില്ലെന്ന് രാജ്ഭവൻ വ്യക്തമാക്കിയതോടെ അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടി നിൽപ്പാണ് ഗവർണർക്കെതിരായ പീഡന പരാതിയിൽ കൊൽക്കത്ത പോലീസ്. DCP ഇന്ദിരാ മുഖർജിയുടെ 8-അംഗ അന്വേഷണ സംഘം നിയമവശങ്ങൾ പരിശോധിക്കുകയാണിപ്പോൾ. എന്നാൽ റാണാഹട്ടിലെ റാലിയിൽ മമതാ ബാനർജി മോദിക്കെതിരെ ആഞ്ഞടിച്ചു. സന്ദേശ് കാലി പേരിൽ നുണ പറഞ്ഞ ബംഗാളിനെ അപമാനിക്കാതെ ഗവർണർ വിഷയത്തിൽ മൗനം വെടിയൂ. ആ പെൺകുട്ടിയുടെ കരച്ചിൽ എൻ്റെ ഉള്ളുലച്ചു. തൊട്ടു പിന്നാലെ അഭിഷേക് ബാനർജി സന്ദേശ് കാലി BJP ഗൂഢാലോചനയുടെ ഓഡിയോ സന്ദേശങ്ങളും പുറത്തുവിട്ടു. ബംഗാളി സ്ത്രീകളുടെ മാനം കവർന്ന മമതയെ പുറത്താക്കാനാണ് എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പുകളിലും മോദിയുടെ ആഹ്വാനം. ഗവർണർക്കെതിരെ ഒന്നിലധികം തെളിവുകളുണ്ട് എന്ന് പറയുന്ന മമതാ ബാനർജി അടിയന്തരമായി നടപടിയെടുക്കട്ടെ എന്ന് അതിർ രഞ്ജൻ ചൗധരി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 1.5 നൂറ്റാണ്ട് മുമ്പ് കൊൽക്കത്തയിൽ വന്ന സ്കോട്ട്ലൻഡുകാരൻ ഡേവിഡ് ഹെയർ വാച്ചുകൾ ഉണ്ടാക്കി താമസിച്ച തെരുവാണ് ഇപ്പോഴത്തെ ഹെയർ സ്ട്രീറ്റ്. ആ മനുഷ്യസ്നേഹിയുടെ പേരിൽ ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ടാക്കിയ ആ മനുഷ്യസ്നേഹിയുടെ പേരിലുള്ള തെരുവിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പീഡന പരാതി രാഷ്ട്രീയ വിവാദമാവുകയാണ്. അവസാന ഘട്ടത്തിലാണ് സന്ദേശ് കാലി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടം വരെ BJPയും തൃണമൂലും ആനന്ദ് ബോസ് വിവാദത്തെ ബംഗാളിൽ നിലനിർത്തുക തന്നെ ചെയ്യും. കൃഷ്ണനഗറിൽ നിന്ന് വിനോദ് മൊറാഴയ്ക്കൊപ്പം K. മധു, മാതൃഭൂമി ന്യൂസ്.